എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയതിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ എക്സാം ഒക്ടോബറിൽ തന്നെ നടക്കും. വിശദമായ വാർത്തയിലേക്ക് തന്നെ നടക്കാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്. തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിലെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ നടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ എക്സാം ഒക്ടോബറിൽ തന്നെ നടക്കും. നേരത്തെ അറിയിച്ചതുപോലെ തന്നെ ഒക്ടോബർ മാസം 30 മുതലാണ് പരീക്ഷകൾ ആരംഭിക്കുക എന്ന് പരീക്ഷാ കൺട്രോളർ അറിയിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷാ കൺട്രോളർ ഒക്ടോബർ 30 മുതൽ പരീക്ഷകൾ ആരംഭിക്കുമെന്ന് നേരത്തെ അറിയിച്ചുള്ള കാര്യമാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ കമൻറ്റ് അയച്ചു അല്ലാത്തേക്ക് ചോദ്യമാണ് പരീക്ഷ മാറ്റിവെക്കുമോ എന്നുള്ളത്. പരീക്ഷ കുറച്ച് നീട്ടിവെക്കാൻ സാധ്യതയുണ്ടോ എന്ന് പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒക്ടോബർ മാസം 15 മുതലാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ എക്സാം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതും കഴിഞ്ഞ് 15 ദിവസങ്ങൾക്ക് ശേഷമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നത്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒക്ടോബർ മാസം 15 മുതലാണ് ആരംഭിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്ടോബർ മാസം 30 മുതലും. അങ്ങനെ വരുമ്പോൾ ഓൾറെഡി 15 ദിവസം കഴിഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് യൂണിവേഴ്സിറ്റികൾ, എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും ഒരു സമയത്ത് അത് നടത്തി തീർക്കുകയും 6ാം സെമസ്റ്റർ ക്ലാസ്സുകൾ ആരംഭിക്കുകയും ശേഷം 6ാം സെമസ്റ്റർ പരീക്ഷ നടത്തുക, അതിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക, അതിൻ്റെ വാല്യുവേഷൻ നടത്തുക, റിസൾട്ട് പ്രസിദ്ധീകരിക്കുക, ഇങ്ങനെ കുറേ ചുമതലകൾ യൂണിവേഴ്സിറ്റിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടത് കൊണ്ട് തന്നെ ഈ വർഷം ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങേണ്ട വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങേണ്ട വിദ്യാർത്ഥികളുടെ കാര്യമായതുകൊണ്ട് സമയബന്ധിതമായി യൂണിവേഴ്സിറ്റിക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇപ്പോൾ 5th സെമസ്റ്റർ 5th എക്സാം, വാല്യുവേഷൻ, റിസൾട്ട്, 6th ക്ലാസ്, അതിൻ്റെ എക്സാം, 5th എക്സാം, അതിൻ്റെ വാല്യുവേഷൻ, 6th വാല്യുവേഷൻ, 6th റിസൾട്ട് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കി വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം വരെ പൂർത്തിയാക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ നീട്ടിവെക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഓൾറെഡി കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒക്ടോബർ മാസം 15 ആരംഭിക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്ടോബർ മാസം 30 മുതലാണ് ആരംഭിക്കുക. എന്താണെങ്കിലും പരീക്ഷ നീട്ടിവെക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, പഠിച്ചു മുന്നേറുക. പരീക്ഷ നീട്ടിവെക്കും എന്ന് കരുതി നിങ്ങൾ പഠിക്കാതിരിക്കരുത്. കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ ഡേറ്റ് അറിയിച്ചതാണ്. ഇനി എന്തെങ്കിലും കാരണം വെച്ചാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ പരീക്ഷ മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും. അപ്പോൾ കൂടുതൽ അറിയിപ്പുകൾക്ക് വേണ്ടി ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുക. അപ്പോൾ കാണുന്നവരുമായി